രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ കോടതി ഇനി കേരളത്തിൽ. കൊല്ലത്ത് ആരംഭിക്കുന്ന ഡിജിറ്റൽ കോടതി കൊച്ചിയിൽ സുപ്രീം കോടതി ജഡ്ജി BR ഗവായി ഉദ്ഘാടനം ചെയ്തു. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരമുള്ള കേസുകൾ പരിഗണിക്കുന്നതാണ് കൊല്ലത്തെ ഡിജിറ്റൽ കോടതി. മോഡൽ ഡിജിറ്റൽ കോർട്ട് റൂം, ഡിജിറ്റൽ ലൈബ്രറി ആൻഡ് ലീഗൽ റിസർച്ച് സെന്റർ, ജുഡീഷ്യൽ അക്കാദമിയിലെ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം, ഓൺലൈൻ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ സിസ്റ്റം എന്നിവയുടെ ഉദ്ഘാടനവും ജസ്റ്റിസ് ഗവായി നിർവഹിച്ചു. പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരമുള്ള കേസുകൾ പരിഗണിക്കുവാൻ എറണാകുളത്ത് ആരംഭിച്ച പ്രത്യേക കോടതി, നിക്ഷേപ തട്ടിപ്പുകളിൽ അകപ്പെടുന്നവരെ സംരക്ഷിക്കുവാനുള്ള ബഡ്സ് ആക്ട് പ്രകാരമുള്ള കേസുകൾ പരിഗണിക്കുവാൻ ആലപ്പുഴയിൽ ആരംഭിച്ച കോടതി എന്നിവ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരമുള്ള കേസുകൾ രാജ്യത്ത് ധാരാളം കെട്ടിക്കിടക്കുന്നുണ്ടെന്നും സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ഇത്തരം കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് സഹായിക്കുമെന്നും ജസ്റ്റിസ് ഗവായി പറഞ്ഞു. കോവിഡ് സമയത്താണ് സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ഫലപ്രദമായി അനുഭവപ്പെട്ടത്. മൗലിക അവകാശങ്ങൾ കാത്തുസൂക്ഷിക്കാനും ഓക്സിജൻ അടക്കമുള്ള വൈദ്യസഹായങ്ങൾ എത്തിക്കാനും ജുഡീഷ്യറിക്ക് ഇടപെടലുകൾ നടത്താൻ കഴിഞ്ഞത് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ്. നിയമ സംവിധാനം പരാതിക്കാർക്ക് വേണ്ടിയുള്ളതാണ്. എന്നാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ളവ മനുഷ്യന്റെ ബുദ്ധിക്ക് പകരമാവില്ല. നിയമവശങ്ങളും ശിക്ഷകളും സംബന്ധിച്ച വിവരങ്ങൾ ഫീഡ് ചെയ്ത് നൽകിയാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് തീരുമാനമെടുക്കാനാകില്ല. മനുഷ്യബുദ്ധിയുടെ പ്രയോഗം ഇക്കാര്യത്തിൽ നിർണായകമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇരകൾക്ക് സമയബന്ധിതമായ നീതി ഉറപ്പാക്കുന്നതിന് പ്രത്യേക കോടതികൾ സഹായിക്കുമെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. വേഗത്തിലുള്ള വിചാരണകൾ എളുപ്പമാക്കുന്നതിന് പ്രത്യേക കോടതികൾ സ്ഥാപിക്കുവാൻ നിയമത്തിലെ സെക്ഷൻ 14 വ്യവസ്ഥ ചൂണ്ടിക്കാട്ടുന്നുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി.